സുഭാഷിതങ്ങൾ 25-ാം അധ്യായം. സോളമന്റെ സുഭാഷിതങ്ങൾ തുടർച്ച. യൂദാ രാജാവായ ഹെസ്കിയായുടെ ആളുകൾ പകർത്തിവെച്ച സോളമന്റെ സുഭാഷിതങ്ങളാണ് താഴെ പറയുന്നവയും. നിഗൂഢത ദൈവത്തിന്റെ മഹത്വമാണ്, രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. ആകാശങ്ങളുടെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ രാജാക്കന്മാരുടെ മനസ്സും അമേയമാണ്. വെള്ളിയിൽ നിന്നും കിട്ടം മാറ്റിക്കളഞ്ഞാൽ പണിക്കാരന് പാത്രനിർമ്മാണത്തിനുള്ള പദാർത്ഥമായി. രാജസന്നിധിയിൽ നിന്നു ദുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിൽ ഉറച്ചുനിൽക്കും. രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത്. എന്തെന്നാൽ രാജസന്നിധിയിൽ വെച്ച് പിറകോട്ടു മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ടു കയറിവരുക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ്. കണ്ടതാണെങ്കിലും ഒരു കാര്യവും കോടതിയിൽ തിടുക്കത്തിൽ ചെന്ന് വെളിപ്പെടുത്തരുത്. എന്തെന്നാൽ പിന്നീട് നീ പറഞ്ഞത് തെറ്റാണെന്നും മറ്റൊരുവൻ തെളിയിച്ചാൽ എന്തു ചെയ്യും? അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക, മറ്റൊരുവന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. അവൻ അത് കേൾക്കാനിടയായാൽ നിന്നെ ഖണ്ഡിക്കുകയും നിനക്ക് തീരാത്ത ദുഷ്കീർത്തിയുണ്ടാവുകയും ചെയ്യും. ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചുവെച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾപ്പഴം പോലെയാണ്. ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ സ്വർണം കൊണ്ടുള്ള കർണാഭരണമോ കണ്ഠാഭരണമോ പോലെയാണ്. വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തുകാലത്ത് തണുപ്പുമായെത്തുന്ന മഞ്ഞുപോലെയാണ്. അവൻ യജമാനന്മാരുടെ മനസ്സിന് കുളിർമ നൽകുന്നു. കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വൻപു പറയുന്നവന് മഴതരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ്. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. തേന് കിട്ടിയാൽ ആവശ്യത്തിനു മാത്രമേ കുടിക്കാവൂ, അല്ലെങ്കിൽ ചെടിപ്പു തോന്നി ഛർദ്ദിച്ചേക്കാം. അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായി പോകാവൂ, അല്ലെങ്കിൽ മടുപ്പു തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയുന്നവന് ഗദയോ വാളോ കൂരമ്പോ പോലെയാണ്. ആപത്കാലത്ത് അവിശ്വസ്തനിൽ അർപ്പിക്കുന്ന വിശ്വാസം കേടുള്ള പല്ലോ മുടന്തുകാലോ പോലെയാണ്. വിഷാദമഗ്നനു വേണ്ടി പാട്ടുപാടുന്നത് കൊടുംതണുപ്പിൽ ഒരാളുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നതു പോലെയും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നതു പോലെയുമാണ്. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി പറയുന്ന നാവ് രോഷവും. കലഹക്കാരിയായ ഭാര്യയോടൊത്തു വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാളും മെച്ചം തട്ടിൻപുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ്. ദാഹാർത്തന് ശീതജലം പോലെയാണ് ദൂരദേശത്തു നിന്നെത്തുന്ന സദ്വാർത്ത. ദുഷ്ടനു വഴങ്ങുന്ന നീതിമാന് കലങ്ങിയ അരുവിയോ മലിനമായ ഉറവയോ പോലെയാണ്. തേന് അധികം കുടിക്കുന്നതു നന്നല്ല, അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യന് കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്.